വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയായില്ല. 11 kV ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണ്. ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന, നായാട്ടുകുണ്ട മലയോര ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നുപോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏതു സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നതുമൂലം ചൊക്കന തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായി ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതിയില്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KCB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായിട്ടില്ല. മരം വീണ കമ്പികൾ പൊട്ടുന്നതുപോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന, കാരിക്കടവ്, ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര.